കേസിൽ പല പല വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മീഡിയയിലൂടെയും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെയോടുകൂടി യുവനടി സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഹണീബി 2 ഷൂട്ടിങ്ങിൻ്റെ കഴിഞ്ഞ് നടി തൻ്റെ വാഹനത്തിൽ സുഹൃത്തും സഹപ്രവർത്തകയുമായ നടി രമ്യ നമ്പീശിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങുകയും അതിന് പ്രകാരം വാഹനത്തിൽ കയറുകയും ചെയ്തു. എന്നാൽ അന്ന് വാഹനം ഓടിച്ചിരുന്ന മാർട്ടിൻ എന്ന വ്യക്തി തനിക്ക് അപരിചിതനായിരുന്ന ആളായിരുന്നു. എല്ലാ തവണയും താൻ തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. അതിനാൽ ഈ യാത്രയിൽ ഒരു പ്രത്യേകതയുമുള്ളതായി തോന്നിയതേയില്ല. പുതിയ ആളായതിനാൽ പോകേണ്ടുന്ന വഴി തനിക്ക് കാണിച്ചു തരണമെന്ന് ഡ്രൈവർ നടിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പ്രകാരം താൻ ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അയാൾ മൊബൈലിൽ ആരൊക്കെയോ വിളിച്ചുകൊണ്ടേയിരുന്നു. അയാൾ അപരിചിതനായിരുന്നതിനാൽ അതിനെപ്പറ്റിയൊന്നും നടി അന്വേഷിച്ചില്ല. എന്നാൽ എന്തോ പന്തികേട് തനിക്ക് തോന്നിയിരുന്നുവെന്നും നടി പറയുന്നു. എന്നാൽ നെടുമ്പാശ്ശേരി വഴിയിൽ വാഹനം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വാഹനത്തിൽ മുഖംമൂടിയിട്ട് ഒരാൾ പ്രവേശിച്ചു. എന്താ കാര്യം, ആരാ എന്നൊക്കെ താൻ അന്വേഷിച്ചപ്പോൾ മിണ്ടിപ്പോവരുത്, കൊന്നുകളയും എന്നുവരെ ഭീഷണിപ്പെടുത്തി എന്നും നടി പറയുന്നു. എന്നാൽ യാത്രയുടെ ഇടയ്ക്ക് എപ്പോഴും അയാളുടെ മുഖംമൂടി ഇടയ്ക്ക് മുഖത്തു നിന്ന് മാറുകയും നടി അത് ഗോവയിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ സുനിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന് പ്രകാരം താൻ സുനിലല്ലേടോ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ നടി ആളെ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ സുനിൽ നടിയോട് തങ്ങളോട് സഹകരിച്ചില്ല എങ്കിൽ പാലാരിവട്ടത്തുള്ള ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ അയാളുടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്തിനും തയ്യാറായി കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. അതിനൊന്നും മുതിരണ്ടായെങ്കിൽ തന്നോട് സഹകരിക്കണമെന്ന് സുനിൽ പലവർത്തി നടിയോട് ആവശ്യപ്പെട്ടു. ഇതൊരു കൊട്ടേഷനാണെന്നും അതിന് പ്രകാരമാണ് നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതെന്നും സുനിൽ നടിയെ അറിയിക്കുകയും ചെയ്തു. സഹകരിച്ചില്ല എങ്കിൽ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തി നടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുക എന്നതാണ് കൊട്ടേഷൻ എന്നും അയാൾ അറിയിച്ചു. ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാതെ ഒരു നിർവാഹമില്ല എന്നും അയാൾ നടിയോട് പറഞ്ഞു. മയക്കമരുന്ന് തന്ന് മയക്കാനായിരുന്നു തനിക്ക് കിട്ടിയ നിർദ്ദേശം. എന്നാൽ സഹകരിക്കുകയാണെങ്കിൽ താൻ അതൊന്നും ചെയ്യുകയില്ല എന്നും അയാൾ അറിയിച്ചു. ഈ സമയത്താകെ വാഹനം വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. താൻ കരഞ്ഞു നിലവിളിച്ചപ്പോൾ ഇതൊന്നും തൻ്റെ അടുത്ത് നടക്കുകയില്ല എന്നും യാതൊരു സെൻറ്റിമെൻറ്റ്സും എൻ്റെ അടുത്ത് നടക്കുകയില്ല എന്നും എത്രയും വേഗം എനിക്ക് ചിത്രങ്ങൾ പകർത്തണമെന്നും ഈ ചിത്രങ്ങൾ എനിക്ക് എത്തിക്കേണ്ട ഇടത്ത് എത്തിക്കണമെന്നും അത് മേടിക്കാനുള്ളവർ രാവിലെ എത്തുമെന്നും സുനി നടിയോട് പറഞ്ഞു. തുടർന്ന് എവിടേക്കാണ് പോകേണ്ടതെന്നും എവിടെയാണ് നടിയെ കൊണ്ട് വിടേണ്ടതെന്നും അയാൾ ചോദിച്ചു. എവിടെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് വിടാമെന്നും പറഞ്ഞു. അങ്ങനെ നടി പടമുകളിലെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ ആരാണെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഒരു സുഹൃത്തും ഒരു ചേച്ചിയുമാണെന്ന് അറിയിച്ചു. അതിന് പ്രകാരം അവർ തന്നെ തൻ്റെ വാഹനത്തിൽ പടമുകളിലെ ലാലേട്ടൻ്റെ വീട്ടിലാക്കി. എന്നിട്ട് അവർ അവരുടെ വാനിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് തനിക്ക് സംഭവിച്ചതെന്ന് നടി പറയുന്നു. പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയത് ആരാണ് എന്നതിനെപ്പറ്റി തനിക്ക് വ്യക്തതയില്ല. അതിനെപ്പറ്റിയൊന്നും പൾസർ സുനി പറഞ്ഞില്ല എന്ന് നടി പറയുന്നു. ആരാണ് തന്നതെന്ന് പറയുന്നില്ല. എന്നാൽ ഇതൊരു കൊട്ടേഷൻ പ്രകാരമാണ് ഈ തട്ടിക്കൊണ്ടൽ നാടകം നടന്നതെന്ന് നടി പറയുന്നു. എത്രയും വേഗം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകല കണ്ണികളെയും പുറത്തു കൊണ്ടുവരണമെന്നും നടി ആവശ്യപ്പെട്ടു.